വളരെ നിർണായകമായ ഒരു പൊതു തിരഞ്ഞെടുപ്പിനാണ് രാഷ്ട്രം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പൊതു തിരഞ്ഞെടുപ്പിൽ കേരളം ഇന്ത്യയുടെ സവിശേഷ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു എന്ന തീരുമാനമെടുത്തതോടുകൂടി രാഷ്ട്രം ഇപ്പോൾ കേരളത്തെ ഉറ്റുനോക്കുന്നു. ഈ ഒരു സവിശേഷ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ശ്രീ ഉമ്മൻചാണ്ടി മാതൃഭൂമി.comനോട് സംസാരിക്കുന്നത്. വടകരയിൽ കെ മുരളീധരൻ വരുന്നു, വയനാട്ടിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി വരുന്നു. ഈ രണ്ട് നീക്കങ്ങൾ വാസ്തവത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ കേരളം കണ്ട രണ്ട് മിന്നലാക്രമണങ്ങൾ എന്നാണ് വിശേഷിക്കപ്പെട്ടത്. ഈ മിന്നലാക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ ഈ രണ്ട് തന്ത്രപരമായ നീക്കങ്ങളുടെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം താങ്കളാണെന്ന് പൊതുവൊരു നിരീക്ഷണമുണ്ട്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, ഈ ഒരു സംഭവവികാസത്തെക്കുറിച്ച് സാർ എന്താണ് പറയുന്നത്? അങ്ങനെ പറഞ്ഞതിനകത്ത് ഒരടിസ്ഥാനവും ഇല്ല. ഞങ്ങൾ കോൺഗ്രസിൽ തീരുമാനമെടുക്കുന്നത് എല്ലാവരും കൂടി ആലോചിച്ചിട്ടുള്ള തീരുമാനം മാത്രമാണ്. KPC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഞാനും എല്ലാം ആലോചിച്ച് AK ആൻ്റണി അടക്കമുള്ള നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചൊക്കെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഏറ്റവും വലിയ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്ന നിലയിലാണ് 19 നിയോജക മണ്ഡലത്തിലെയും വടകര ഉൾപ്പെടെ 19 നിയോജക മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ നിർത്തിയത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. ദക്ഷിണേന്ത്യയിലാണ് കോൺഗ്രസിനും UPIക്കും ശക്തമായ പിന്തുണയുള്ളത്. BJPയെ കാര്യമായി തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടുള്ളത് ദക്ഷിണേന്ത്യയിലാണ്. ആ സാഹചര്യത്തിൽ രാഹുൽജിയുടെ സാന്നിധ്യം, മത്സരം ദക്ഷിണേന്ത്യയിൽ മതേതരത്വ ജനാധിപത്യ ശക്തികളുടെ സ്വാധീനം കൂടുതൽ ഉയർത്തിക്കാട്ടാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഒരു നിർദ്ദേശം മുമ്പോട്ട് വന്നു. കർണാടകം ആവശ്യപ്പെട്ടു, തമിഴ്നാട് ആവശ്യപ്പെട്ടു, കേരളം ആവശ്യപ്പെട്ടു. രാഹുൽജി അതിൽ കേരളം സെലക്ട് ചെയ്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിന് ലഭിച്ച ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ദേശീയ തലത്തിൽ ഇതിനു മുമ്പുള്ള ഒരു തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് ലഭിച്ചിട്ടില്ലാത്ത ഒരു അംഗീകാരമാണ് ലഭിച്ചത്. അത് രാഹുൽജിക്ക് കോൺഗ്രസ്സിനോട്, കേരളത്തിലെ പാർട്ടിയോടുള്ള ഒരു പ്രത്യേക താല്പര്യം, കേരളത്തോടുള്ള ഒരു പ്രത്യേക താല്പര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, കഴിഞ്ഞ മാർച്ച് 23-നാണ് വാസ്തവത്തിൽ രാഹുൽജി കേരളത്തിലേക്ക് വരുന്നു. അദ്ദേഹം ഇവിടെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ളൊരു സൂചന താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കഴിഞ്ഞ് ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നത് മാർച്ച് 31-നാണ്. അപ്പോൾ ഈ ഒരാഴ്ച വാസ്തവത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയായിരുന്നു. ഞാൻ 23-ാം തീയതി പറഞ്ഞത് രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്നുള്ള ആവശ്യമാണ്. കർണാടകവും തമിഴ്നാടും ആവശ്യപ്പെട്ടതുപോലെ കേരളവും ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ മാത്രമല്ല, KPC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും എല്ലാം ആവശ്യം ഉന്നയിച്ചിരുന്നു. തീരുമാനം രാഹുൽജിയാണ് എടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, അദ്ദേഹം വരും, കേരളത്തിലേക്കല്ല ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കേരളത്തിൽ തന്നെ ആകണമെന്ന് ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ രാഹുൽജി അത് സംബന്ധിച്ച് തീരുമാനം എടുത്ത് പ്രഖ്യാപിക്കുന്നത് വരെ ആർക്കും അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല. തമിഴ്നാടും കേരളവും തമിഴ്നാടും കർണാടകവും വേണ്ടെന്ന് വെച്ചതിൻ്റെ പിന്നിൽ പ്രത്യേക കാരണം വല്ലതുണ്ടോ? പ്രത്യേക കാരണമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ആ രണ്ട് സ്റ്റേറ്റുകളുടെ ആവശ്യവും കൂടെ പരിഗണിച്ചാണ് അദ്ദേഹം വയനാട് എടുത്തത് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഈ 3 സ്റ്റേറ്റിൻ്റെയും കൂടി അതിർത്തി കിടക്കുന്ന, കേരളത്തിലാണെങ്കിലും മറ്റ് 2 സ്റ്റേറ്റുകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു നിയോജക മണ്ഡലമാണ്. ഇതാണ്. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗ ആൾക്കാർ, ദളിത്, ആദിവാസികൾ ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. അതുപോലെ കർഷകർ വളരെയേറെ ബുദ്ധിമുട്ടുന്ന, നാടിനു വേണ്ടി പണിയെടുക്കുന്ന കർഷകരുടെ ബുദ്ധിമുട്ടുകളുള്ള ഒരു സ്ഥലം എന്നൊക്കെ ഉള്ള നിലയിൽ, പിന്നെ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ
വളരെയേറെ വികസനം കൊതിക്കുന്ന ഒരു നിയോജക മണ്ഡലം. അത് തിരഞ്ഞെടുക്കുന്നതിന് അദ്ദേഹത്തെ സ്വാധീനിച്ച് കാണാം എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ BJP പറയുന്നത്, ഉദാഹരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നത് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത് അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ടാണ്. അതേസമയം അപ്പുറത്ത് ഇടതുപക്ഷം പറയുന്നു BJPക്കെതിരെയുള്ള പോരാട്ടം ദുർബലമാവുകയാണ്, ഒരു വിശാല പ്രതിപക്ഷ നിരയെ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു. നരേന്ദ്രമോദി പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഒളിച്ചോടിയതൊന്നുമല്ല. അമേഠി മത്സരിക്കുന്നുണ്ട്, അവിടെ ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്നുള്ള ആവശ്യമുണ്ടായത് തന്നെ ദക്ഷിണേന്ത്യയിൽ UPയുടെ നില മെച്ചപ്പെടുത്തുകയും BJPയെ പാടെ പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം പറയുന്നത് ഇത് ന്യൂനപക്ഷങ്ങളുടെ കേന്ദ്രമാണ് വയനാട് എന്നുള്ള നിലയിലാണ്. വയനാട് ജില്ല എടുത്ത് നോക്കി 62% ജനങ്ങളും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്. നിയോജകമണ്ഡലം എടുത്ത് നോക്കിയാൽ 53% പിന്നെ ഭൂരിപക്ഷ സമുദായക്കാരാണ്. അപ്പം ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ഓടി വന്നതൊന്നുമല്ല, പേടിച്ച് വന്നതുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത് പറയാൻ എന്താ അവകാശം? ഇന്ത്യയിലെ മതേതരത്വ ജനാധിപത്യ ശക്തികളെ ഏകോപിപ്പിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസ് മുൻകൈയെടുത്ത സമയത്ത് നിഷേധാത്മകമായ സമീപനം എടുത്തതാണ് മാർക്സിസ്റ്റ് പാർട്ടി. കോൺഗ്രസുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലെന്ന് അവരുടെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചതാണ്. അങ്ങനെ തീരുമാനമെടുത്ത് വെച്ച് ഇന്ന് ഇത് ബലഹീനപ്പെടുത്തുമെന്ന് പറഞ്ഞ് ആരാ ബലഹീനപ്പെടുത്തിയത്? മാർക്സിസ്റ്റ് പാർട്ടി. അവിടെ അവർക്കൊപ്പം മുഖ്യ എതിരാളി BJP എന്ന് പറയാൻ അവർക്ക് മടിയായിരുന്നു. അത് കോൺഗ്രസ് ആയിരുന്നു അവരുടെ മുഖ്യ എതിരാളി. ഇന്നിപ്പം കോൺഗ്രസിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറില്ലെന്ന് പറഞ്ഞ് മാറിപ്പോയതാണ്. അവർ ആണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മത്സരിക്കുന്നത്, പ്രതിഷേധം പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നത് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി വരുന്നതിൽ ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPMനുള്ള ഒരു പ്രതിഷേധം അവരുടെ ഒരു വിജയസാധ്യതകൾക്ക് ഇത് വലിയ മങ്ങലേൽപ്പിക്കും എന്നുള്ളത് കൊണ്ടാണോ? മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായ ബന്ധമില്ലാത്ത കോൺഗ്രസ്സിന് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ വിജയമല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിജയം നോക്കേണ്ട കാര്യമുണ്ടോ? അവരാരൊക്കെയോ ഭയപ്പെടുന്നു. അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും ദേശാഭിമാനിയിൽ കോൺഗ്രസ് അധ്യക്ഷനെ അവമാനിച്ചു കൊണ്ടുവന്ന മുഖപ്രസംഗവും പിന്നെ ഇന്നലെ ശ്രീ വിജയരാഘവൻ്റെ രമ്യ ഹരിദാസിനെതിരായിട്ടുള്ള വളരെ മോശപ്പെട്ട പരാമർശമൊക്കെ ഒരു സമനില തെറ്റിയ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഞങ്ങൾ അതുപോലൊന്നും പ്രതികരിക്കുന്നില്ല. അത് കോൺഗ്രസ്സിന് പ്രതികരിക്കാൻ സാധിക്കത്തുമില്ല. ഇതിനൊക്കെ മറുപടി കേരളത്തിലെ ജനങ്ങൾ ഏപ്രിൽ 23 മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കും നൽകും. രാഹുൽ ഗാന്ധി വരുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുന്നതിന് CPMO അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്നുള്ള ഒരു പാർട്ടി ശ്രമിച്ചിരുന്നു. അവരുടെ ശക്തമായ ഒരു സമ്മർദ്ദം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ തീരുമാനം നീണ്ടുപോയത് എന്ന് ചില ആരോപണങ്ങൾ താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെ ഉന്നയിച്ചിരുന്നു. അതിലെന്തെങ്കിലും അതിനെക്കുറിച്ച് നേരിട്ട് ഒന്നും അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം പുറത്തു നിന്നുണ്ടായിട്ടുണ്ടോ? എനിക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാനെങ്ങനെയാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. രാഹുൽ ഗാന്ധി വരണം എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒന്നടങ്കം ഒരു ആഗ്രഹമായിരുന്നു. അത് നീണ്ടുപോയ സമയത്തും ആ ഒരു പ്രതീക്ഷയോടുകൂടി ആണ് കേരളം കാത്തിരുന്നത്. അവസാനം അദ്ദേഹം വരാൻ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അതിൽ വളരെയധികം സന്തോഷം. ഈ കേരളത്തിലെ 20 പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും അതിൻ്റെ ആഹ്ലാദ പ്രകടനം നടന്നു. വലിയൊരു ആവേശമാണ് അതുമൂലം കേരളത്തിൽ കോൺഗ്രസിനും UDFനും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി കോൺഗ്രസ് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചില പടലപ്പിണക്കൾ, ചില ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒന്നിച്ച് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണോ താങ്കൾ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ്സിലെ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഉള്ളത്. ഒരു ജനാധിപത്യ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ്. അത് ചിലപ്പം കോൺഗ്രസ്സിൽ അല്പം അതിന് കടന്നു വന്നെന്ന് വരാം. പക്ഷേ ഒരിക്കലും അത് കോൺഗ്രസിൻ്റെ ഒരു നാശത്തിന് അല്ലെ ഒരു ബലഹീനതയ്ക്ക് ഇടവരുത്താൻ വേണ്ടി ആരും
പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കത്തില്ല. ഇപ്പം രാഹുൽജി കൂടെ വന്നപ്പോഴത്തേക്കും ആ ആവേശം 10 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു. ഈ 20 മണ്ഡലങ്ങളിൽ താങ്കളുടെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ? ഞാനിപ്പം അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ 20 നിയോജക മണ്ഡലത്തിലും പോയി. 20 നിയോജക മണ്ഡലത്തിലും ജനങ്ങളുടെ ഒരു ആവേശം ഇതിനു മുമ്പ് ഒരു തിരഞ്ഞെടുപ്പിലും കാണാത്ത വിധത്തിലുള്ളൊരു ആവേശമാണ് കാണുന്നത്. UDF പ്രവർത്തകർക്ക് ഒരു ആത്മവിശ്വാസം. അപ്പം ഈ ആവേശവും ഈ ആത്മവിശ്വാസവും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയാൽ ഒരു വലിയ വിജയമായിരിക്കും UDFനുണ്ടാകുന്നത്. ശബരിമല പ്രശ്നം ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാണോ? ശബരിമല നമ്മുടെ സമൂഹത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടതും വളരെ ആശങ്ക ഉളവാക്കിയതുമായിട്ടുള്ള പ്രശ്നമാണ്. UDFിൻ്റെ നിലപാട് അക്കാര്യത്തിൽ വളരെ വ്യക്തമായിരുന്നു. UDF വിശ്വാസികളോടൊപ്പമാണ്. അത് ഈ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം എടുത്ത നിലപാടൊന്നുമല്ല. വിശ്വാസികൾക്കെതിരായി ഒരു അഫിഡവിറ്റ് ശ്രീ അച്യുതാനന്ദൻ ഗവൺമെൻറ് കൊടുത്തിരുന്നു. ആ അഫിഡവിറ്റ് മാറ്റി വിശ്വാസികളുടെ താല്പര്യങ്ങൾ ഉയർത്തുന്ന വിധത്തിലുള്ള അഫിഡവിറ്റ് UDF ഗവൺമെൻറ് കൊടുത്തു. കോടതി വിധി വന്ന സമയത്തും UDF എടുത്ത നിലപാടിതാണ്. കോടതി വിധി വന്നു, ഞങ്ങളത് നടപ്പിലാക്കുക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കോടതി വിധി നടപ്പിലാക്കണ്ടേ എന്ന് ചോദിച്ചാൽ നടപ്പിലാക്കണം. അതാണ് അതിന് ഒരു മറുപടി ഉള്ളത്. അതേസമയത്ത് കോടതി വിധി വരുന്ന സമയത്ത് ആവശ്യമെങ്കിൽ പല മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഇപ്പം റിവ്യൂ കൊടുത്തല്ലോ, എന്തുകൊണ്ട് ആദ്യം കൊടുക്കാഞ്ഞത്? ഈ റിവ്യൂ പെറ്റീഷൻ ആദ്യം കൊടുത്തിരുന്ന ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമോ? റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ്. അല്ല, ഭരണഘടനാ ബെഞ്ചിൻ്റെയും അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒരു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇത്രയും ശക്തമായ ഒരു നിലപാടെടുത്തതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. പിന്നെ എന്തിനാ റിവ്യൂ പെറ്റീഷൻ പിന്നെ കൊടുത്തത്? എന്തിനാ? ഞാൻ പറഞ്ഞത് കോടതി വിധി എന്ന് പറയുന്നത് വരുമ്പം അതിനകത്ത് പല മാർഗങ്ങളുണ്ട്. വിശ്വാസികളുടെ താല്പര്യം കൂടി പരിഗണിക്കേണ്ടതായിരുന്നു ഗവൺമെൻറ്. അവരതിനെ അവഗണിച്ചു, മുമ്പോട്ട് പോയി. അതിൻ്റെതായ പ്രശ്നങ്ങളാണ്. ഇപ്പം ശബരിമല നടന്നിട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇപ്പോഴും വിധി നിൽക്കുക, വിധിക്ക് സ്റ്റേ ഒന്നുമില്ല. പക്ഷെ മാറ്റം എന്താ? വീട്ടിൽ പോയി ആക്ടിവിസ്റ്റുകളെ കൂട്ടിക്കൊണ്ട് വരുന്ന ഏർപ്പാട് മാർക്സിസ്റ്റ് പാർട്ടി നിർത്തി, അല്ലെങ്കിൽ ഗവൺമെൻറ് നിർത്തി. പോലീസിൻ്റെ ജോലി അതല്ലല്ലോ. പോലീസിൻ്റെ ജോലി അവിടെ വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കണമെന്നുള്ളതാണ്. ഇത് അവിടെ വന്നവരല്ല, വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരികയായിരുന്നു. അന്നാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇപ്പം ആ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും BJP എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാർക്സിസ്റ്റ് പാർട്ടി കോടതി വിധിയുടെ പേരിൽ വിശ്വാസികളുടെ താല്പര്യങ്ങൾ ചവിട്ടിമരിച്ചു. BJP ഇതൊരു അവസരമായി കണ്ടു. ഇതൊരു സുവർണ അവസരമാണെന്നാണ് ഒരു നേതാവ് പറഞ്ഞത്, അണികളോട് പറഞ്ഞത്. അവരൊരു അവസരമാണെന്ന് വെച്ചുകൊണ്ട് ശബരിമലയെ വിവാദമായി ആ അക്രമത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും വേദിയാക്കി മാറ്റി. കോൺഗ്രസ് എടുത്തത് വിശ്വാസികളോടൊപ്പം. അതിന് ജനാധിപത്യ അതുപോലെ തന്നെ നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകണം എന്നുള്ളതായിരുന്നു UDFിൻ്റെ സ്റ്റാൻഡ്. UDF എന്നും അതാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഇനിയും അത് തന്നെ സ്വീകരിക്കും. ഈ ശബരിമല പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ NSS BJPയോട് അടുത്തു എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്, അതിനോട് യോജിക്കുന്നുണ്ട്? ഒരിക്കലും യോജിക്കുന്നില്ല. NSSനെ അറിയാത്തവരാണത് പറയുന്നത്. NSS വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പൊതു തിരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിക്കും എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു തുടക്കത്തിൽ. കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പല നേതാക്കളും താങ്കൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്താക്കുഴപ്പങ്ങൾ, ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം താങ്കൾ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. വാസ്തവത്തിൽ മത്സരിക്കുന്നതിന് അത്രയ്ക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു? ഒരു സമ്മർദ്ദമുണ്ടായിരുന്നില്ല. മാധ്യമങ്ങളിൽ കണ്ടതല്ലാതെ ഒരാളും ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. ഇത് പിന്നെ കോൺഗ്രസ്സിൽ കഴിവുള്ള ധാരാളം നേതാക്കന്മാരുണ്ട്, ജനസമ്മതിയുള്ളവരുണ്ട്. അവരൊക്കെ ഉള്ളപ്പം വേണം. അതേ സമയത്ത് 1-2 പേരാകുന്നതിനൊന്നും എതിർപ്പൊന്നുമില്ല. പക്ഷേ എന്നാലും കഴിയുന്നത്ര അതൊരു നിയമമല്ല, ഒരു തത്വമല്ല. പക്ഷേ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് വിഷയം. ആന്ധ്രയിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളുടെ ചുമതല കൂടി താങ്കൾക്കുണ്ട്. അപ്പോൾ ഏപ്രിൽ 11 ആന്ധ്രയിലെ സംസ്ഥാന നിയമസഭയിലേക്ക് ലോക്സഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്.
അവിടെ വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ചിത്രം അത്ര ശോഭനമല്ല എന്നെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ താങ്കൾ ചുമതലയേറ്റതിന് ശേഷം ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ടോ? ആന്ധ്രയിൽ വളരെ ബുദ്ധിമുട്ടേറിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. ആന്ധ്ര വിഭജനം അവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ അകൽച്ച പാർട്ടിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് ആ വിഭജന സമയത്ത് കോൺഗ്രസ് ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. അത് BJP നടപ്പിലാക്കിയില്ല. അത് ആന്ധ്രയിലെ ജനങ്ങളെ വഞ്ചിച്ചു. അതുകൊണ്ട് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് വേണം എന്ന് ആന്ധ്രയിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നു. അത് വേണമെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നും അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് വളരെ കൂടുതൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. പിന്നെ ഒരു കക്ഷിയുമായിട്ട് ഒരു ഐക്യമില്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് എടുത്തൊരു നിലപാട് അവർ അലയൻസ് ഈസ് വിത്ത് ദ പീപ്പിൾ എന്നുള്ള നിലയിലാണ് എടുത്തത്. കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് 2024 അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ്. YS രാജശേഖർ റെഡ്ഡി വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ആന്ധ്രയിലെ ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു അകാല മരണം, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ മരണ വാസ്തവത്തിൽ കോൺഗ്രസിന് വലിയ ഒരു തിരിച്ചടിയാണ് നൽകിയത്. പക്ഷേ ആ തിരിച്ചടിയെ മറികടക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ മകനെ ഒഴിവാക്കിയത് വാസ്തവത്തിൽ അതിലും വലിയ ഒരു അബദ്ധമായിരുന്നു. YS രാജശേഖർ റെഡ്ഡി കോൺഗ്രസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നേതാവും കോൺഗ്രസ്സിന് വളരെയേറെ സംഭാവന ചെയ്തിട്ടുള്ള നേതാവുമാണ്. കരുതി യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ്സിലുമൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. എനിക്ക് വളരെ അടുത്ത് പെരുമാറാൻ ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അകാലമായ ആ മരണം, അപകടമരണം വലിയൊരു ആഘാതമാണ്. ആന്ധ്രയ്ക്ക് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ അതൊരു ദോഷകരമായി പോയി അദ്ദേഹത്തിൻ്റെ ആ മരണം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആന്ധ്ര വിഭജനം ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേക്കാണ് കോൺഗ്രസ്സിന് വലിയ ഒരു അടി വന്നത്. അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഒരു പോസ്റ്റ്മോർട്ടത്തിനും പോകുന്നില്ല. നമ്മളിനിയും ഭാവിയിലേക്ക് നോക്കുക. കോൺഗ്രസ്സിന് എന്നും അടിത്തറയുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റാണ് ആന്ധ്ര. ഇന്നും ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ്സിനൊരു സ്ഥാനമുണ്ട്. പക്ഷേ ജനങ്ങൾ പെട്ടെന്ന് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഓർക്കുന്നത് രാജശേഖർ റെഡ്ഡിയാണ്, അദ്ദേഹമാണ്. കാരണം അദ്ദേഹമാണ് അവസാനം 6 കൊല്ലത്തോളം മുഖ്യമന്ത്രിയായിട്ടിരുന്ന് പല നല്ല കാര്യങ്ങളും ചെയ്തു. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ മുഴുവൻ കോൺഗ്രസിൻ്റെ പേരിലാണ്, കോൺഗ്രസ്സിന് വേണ്ടിയാണ്. പക്ഷെ അത് നമുക്ക് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഏതായിരുന്നാലും 2024 ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 2016 ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് സംഭവിച്ച തിരിച്ചടിയെ തുടർന്ന് താങ്കൾ വാസ്തവത്തിൽ പിന്നീട് വളരെ ശക്തമായ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഏറ്റെടുക്കണം, പക്ഷേ അത്തരം പദവികളൊന്നും ഏറ്റെടുക്കുന്നില്ല, അങ്ങനെയുള്ള നേതൃസ്ഥാനങ്ങളിലേക്ക് വരുന്നില്ല എന്നൊരു നിലപാട് താങ്കൾ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വളരെ സമുജ്വലമായ ഒരു നേതൃത്വമാണ് താങ്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ആ ഒരു നിലപാടിൽ നിന്ന് പതുക്കെ മാറുകയാണോ? കേരളത്തിൻ്റെ നേതൃനിരയിലേക്ക്, കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് വീണ്ടും കോൺഗ്രസ്സിനൊരു പൊതു നേതൃത്വമാണ്. എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് എല്ലാവരുടെയും കൂടി ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ഐക്യമാണ് കോൺഗ്രസ്സിന് മുമ്പോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് പ്രയോജനം ചെയ്യുന്നതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ ഒരു ഐക്യത്തിന് എൻ്റെ കൂടെ സാന്നിധ്യവും എൻ്റെ കൂടെ പങ്കാളിത്തവും ഉണ്ടാകും. അല്ലാതെ ഞാനായിട്ടൊരു ഇതിലൊന്നും മുൻകൈ എടുത്തിട്ടില്ല. എടുക്കുന്നത് സംയുക്തമായിട്ടുള്ളൊരു ശ്രമമാണ്. ആ ശ്രമത്തിൽ ഞാൻ എന്നും ഉണ്ടായിരുന്നു, നാളെയും ഉണ്ടാകും. അത്രയേ ഉള്ളൂ. വളരെ സന്തോഷം.